കാൽവരിമൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് ജനുവരി 30 തുടക്കമാകും. ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വിയ ഡോളറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് നടക്കും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സെബസ്ത്യാനോസ് സഹദാമാരുടെ തിരുനാളിന് ജനുവരി 30 തുടക്കമാകും. 4 ദിവസങ്ങളായാണ് ആഘോഷങ്ങൾ നടക്കുക. ജനുവരി 30 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 തിരുനാൾ കൊടിയേറ്റ് കർമ്മം നടക്കും. തുടർന്ന് പൊന്തിഫിക്കൽ കുർബാന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അർപ്പിക്കും. മൂവാറ്റുപുഴ കാർമൽ പ്രവിശ്യ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ CMI, പ്രൊവിൻഷ്യൽ ഓഡിറ്റർ ഫാദർ ജോർജ് മാരിപ്പാട്ട് CMI എന്നിവർ സഹകാർമ്മികരായിരിക്കും. വിയ ഡോളറോസ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ്. 2025 ജൂബിലി വർഷത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഈ മനോഹരമായിട്ടുള്ള ശില്പം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. സഹനപാത എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന മനോഹരമായിട്ടുള്ള ശില്പങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വിയ ഡോളറോസ. 30-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അഭിമന്യ ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ആശീർവദിച്ച് സമർപ്പിക്കുന്നു. എല്ലാവരും വൈകിട്ട് 5 മണിക്ക് പള്ളിയങ്കണത്തിൽ പണിതുയർത്തിയിരിക്കുന്ന യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിൻ്റെയും ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പ് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിക്കും. തുടർന്ന് സ്നേഹവിരുന്ന് നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. ഫെബ്രുവരി 2 ഞായറാഴ്ച വൈകിട്ട് 8:45 അന്തരിച്ച KC ജോർജ് കട്ടപ്പന എഴുതിയ ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും. കട്ടപ്പന നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത്, ഫാദർ ജോബിൻ ഒഴാക്കൽ, ഈപ്പച്ചൻ ആയില്യക്കുന്നേൽ, ജോസഫ് കുര്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.